ഗൈസ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊമോഷനെ പറ്റിയാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊമോഷൻ കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണും, എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾ ചെയ്യുന്ന റീൽസ് സപ്പോർട്ട് ചെയ്യാൻ അധികാരം ഉണ്ടാവില്ല അല്ലേ, ചുരുക്കം ചിലരെ ഉണ്ടാവില്ലേ. അത് എനിക്കങ്ങനെ അറിയാമെന്നിരിക്കില്ലേ, അനുഭവം ഗുരു അതാണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ഒരു വീഡിയോ ചെയ്യുന്നത് അത്യാവശ്യം ഫെയിം ആകണം, ഒന്ന് ഫെയിം ആകണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും അല്ലേ. നിങ്ങൾക്കും ഇല്ലേ ആഗ്രഹം? എനിക്കുണ്ടായിരുന്നു ആഗ്രഹം, നിങ്ങൾക്കും ഉണ്ടാവും. നിങ്ങൾ റീൽസൊക്കെ ചെയ്യുന്ന ഒന്ന് അത്യാവശ്യം ഒന്ന് ഫെയിം ആവണം, വലിയ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊന്ന് ഫെയിം ആവണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ എന്തായാലും ഉണ്ട്, നിങ്ങൾ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ. സോ അതുപോലെ എൻ്റെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവും, അതെനിക്ക് 100% അറിയാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് ആ റീൽസ് ചെയ്യുന്ന ചേട്ടനല്ലേ, അല്ലേ ഡാൻസൊക്കെ കളിക്കുന്ന അല്ലേ, ഒന്നൊരാൾ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പി ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഈ ചേച്ചി എവിടെ ഉണ്ടെങ്കിലും റീൽസ് ചെയ്യുന്ന ചേച്ചി, ഇത് അവരല്ലേ, അങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ആരെങ്കിലും വന്ന്, നിങ്ങളുടെ ഫാൻസൊക്കെ വന്ന് ഈ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്, 100% ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ വിട്. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, അല്ലാതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ കിട്ടി പോയാൽ പോയി ഈ ഒരു ലൈനിലാണെങ്കിൽ ദയവേത് വരരുത്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹത്തിന് 100% നീതി പുലർത്തുന്നുണ്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വരാം. ഓക്കെ, 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും റിപ്ലൈ തരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നേരത്തെ നിങ്ങൾക്ക് റിപ്ലൈ തരാതിരിക്കില്ല കേട്ടോ, റിപ്ലൈ എന്തായാലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും, എല്ലാവർക്കും റിപ്ലൈ തന്നിരിക്കും. അത് കുറച്ച് ലേറ്റ് ആവും എന്നേ ഉള്ളൂ, കാരണം ഞാൻ ഒരാളാണ്, നിങ്ങൾ ഒരുപാട് പേരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ പ്രൊമോഷന് വേണ്ടി അയച്ച റീൽസ് ചിലപ്പോൾ ഇന്നയച്ച വീഡിയോ ചിലപ്പം ഞാൻ കാണുന്നത് നാളെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ ആ റീലായിരിക്കില്ല നിങ്ങളുടെ പ്രൊമോഷൻ ചെയ്യുന്നത്, ചിലപ്പോൾ അന്നത്തെ നിങ്ങളെ എന്നാണ് ഞാൻ മെസ്സേജ് കാണുന്നത് അന്നത്തെ നിങ്ങളുടെ ഏറ്റവും പുതിയ റീൽസ് ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അതാണ് പറഞ്ഞത്, ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കാണുന്നത് എന്നാണോ അന്നുള്ള നിങ്ങളുടെ ഏറ്റവും പുതിയ റീൽ ഞാൻ എന്തായിരിക്കും സപ്പോർട്ട് ചെയ്യും, പ്രൊമോഷൻ ചെയ്ത് തരും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടതിൽ ഒരു 4 പേരുടെ റീല് ഞാൻ പ്രൊമോഷൻ ചെയ്തായിരുന്നു. 4 പേരാണെന്ന് തോന്നുന്നു, 4 തോന്നുന്നു, 4-5 പേരേറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ടൊക്കെ ഉണ്ട്, അതും കൂടെ പറയേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അത് നിന്നുപോയത്. കാരണം ഇപ്പോൾ 4 റീല് ഞാൻ ടൈമിന് പ്രൊമോഷൻ ചെയ്തതാണ്. അപ്പോൾ തന്നെ 1 മണിക്കൂറിൻ്റെ മുകളിലായിട്ടുണ്ട് ഈ ഒരു റീലൊക്കെ പോസ്റ്റ് ആകുമ്പോഴേക്ക്. നെറ്റ്വർക്കിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ് വലിയൊരു ടൈമാണ് പോയത്. ആകെ 4 വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാനും പറ്റിയത്. അപ്പോൾ അതിലൊരു വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇത് നോക്കിക്കോ. അപ്പോൾ ഇതാ നോക്കിക്കോ, ഒരു ബ്രോൻ്റെ വീഡിയോ ആണ് ഞാൻ സ്റ്റോറി ഇട്ടേക്കുന്നത്. അതായത് നോക്കിക്കോ നിങ്ങൾ, 9:33 ഈ ഒരു ബ്രോൻ്റെ വീഡിയോ ഞാൻ സ്റ്റോറി ആക്കാൻ നോക്കിയത്. അപ്പോൾ അത് ഞാൻ ഏഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അത് ലോഡിംഗ് എന്ന് പറഞ്ഞ് കുറേ സമയം ഇങ്ങനെ കാണിച്ചു, ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാണ് അത് സ്റ്റോറിയിലേക്ക് ആഡായത്. 2 മിനിറ്റ് കഴിഞ്ഞ് അത് സ്റ്റോറിയിലേക്ക് ആഡായി. എന്നിട്ട് ഞാൻ ബ്രോനെ മെൻഷനൊക്കെ ചെയ്തു. പിന്നെയും 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സ്റ്റോറി ആഡായത്, അതായത് 9:37. എന്നിട്ട് ഞാൻ ബാക്ക് അടിച്ച് സ്റ്റോറി ചെന്ന് നോക്കി. അപ്പോൾ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെയും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ നിങ്ങൾ, പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെയും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് സമയമെടുത്തു, എന്നിട്ടും ആ കറക്കം മാറിയിട്ടില്ല. എന്നിട്ട് വീഡിയോ വന്നത് 9:43, കണ്ടോ, 9:43 വീഡിയോ വന്നത്. പിന്നെയും കുറച്ച് കറങ്ങി പോസ്റ്റായി. ആ വീഡിയോ ഏകദേശം ഒരു 10 മിനിറ്റോളം സമയം എടുത്തിട്ടുണ്ട് പോസ്റ്റ് ആകാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു വീഡിയോ 10 മിനിറ്റാണ് എടുത്തത് ഒന്ന് സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 3-ാമത്തെ 4-ാമത്തെ ഇതിലും കൂടുതൽ സമയം എടുത്തു. അപ്പോൾ എല്ലാം കൂടെ 1 മണിക്കൂറിന് മുകളിൽ എടുത്തിട്ടുണ്ട് ഒരു 4 വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും ഡിലേ ആയതുകൊണ്ടാണ് ഈ സ്ക്രീൻ റെക്കോർഡ് അടക്കം ചെയ്ത് കാണിച്ചത്. അല്ലെങ്കിൽ ചില ആൾക്കാർ വന്നിട്ട് അറിയും ഫുൾ ടൈപ്പാണ്, അങ്ങനെയാണ് വാങ്ങിയാണെന്നൊക്കെ പറയും. അതുകൊണ്ടാണ് സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ നേരിട്ടും എൻ്റെ ഒരു സമയം കൂടെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്നത്. അത് നിങ്ങൾ മറക്കരുത്. അതിന് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഉടായ്പൊന്നുമല്ല, ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് നിന്ന് പോയത്. അപ്പോൾ റേഞ്ചിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ മുതൽ ഒന്നും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ നാളെ മുതൽ നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്താണെങ്കിൽ ഞാൻ പേജ് ഇവിടെ കൊടുക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് പറ്റുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനലും പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് വീഡിയോ ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.